നമസ്കാരം. വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർസണൽ മത്സരം 0-0 എന്ന നിലയിൽ സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 2-1 മൊണാക്കോക്കെതിരെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രീമിയർ ലീഗിൽ സ്പേഴ്സിനെതിരെ ആർസണലിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒഫൻസീവ്ലി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇന്നുണ്ടായിരുന്നു. രണ്ട് ടീമുകളും കോഷ്യസ് ആയിട്ടാണ് കളിച്ചത്. ഒരുപാട് ചാൻസുകളൊന്നും ഇരു ടീമുകൾ ക്രിയേറ്റ് ചെയ്തില്ല. ആകെ 7-8 ചാൻസുകൾ മാത്രമാണ് മത്സരം ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നത്. എടുത്തു പറഞ്ഞാൽ ആർസണൽ തോൽക്കാൻ സാധ്യത ഉണ്ടായിരുന്ന മത്സരമായിരുന്നു. കാരണം ഒരു പെനാൽറ്റി അറ്റ്ലാന്റിക് കിട്ടി, അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡേവിഡ് ഡായയുടെ അൺബിലീവബിൾ സേവ്സ് മാത്രമാണ് ആർസണലിനെ ഈ മത്സരത്തിൽ പിടിച്ചു നിർത്തിയത്. ആദ്യത്തെ ഷോട്ട് പുള്ളി സേവ് ചെയ്തു, രണ്ടാമത്തെ ഡിഫ്ലക്ട് ആയിട്ട് വന്ന പന്ത് വീണ്ടും സേവ് ചെയ്തുകൊണ്ട് ആർസണലിനെ കളിയിൽ പിടിച്ചു നിർത്തി എന്ന് പറയേണ്ടി വരും. ഇന്ന് ഹിസൂസിന്റെ പെർഫോമൻസ് പറയാതെ വയ്യ. കാരണം നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഹിസൂസ് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പെർഫോമൻസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസിൽ നല്ല ഡിപ്പ് വന്നിട്ടുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്ലിനിക്കൽ സ്ട്രൈക്കർ ആയിട്ട് പുള്ളിക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്നത്തെ 1-2 ഹാഫ് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ ഇരു ടീമുകൾക്കും കഴിയാതെ പോയി. അങ്ങനെ 0-0 എന്ന നിലയിലാണ് കളി പിരിഞ്ഞത്. മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 2-1 മൊണാക്കോക്കെതിരെ പരാജയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റേഗന്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ് ബാഴ്സയ്ക്ക് ഈ സിറ്റുവേഷൻ വന്നത്. നമുക്കറിയാം, കളി തുടങ്ങി കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് റെഡ് കാർഡ് ഇൻസിഡന്റ് പുള്ളിയുടെ മിസ്റ്റേക്ക് ഇന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പുള്ളിക്ക് ഒരു ബാക്ക് പാസ് കിട്ടുന്നു, ബോൾ ക്ലിയർ ചെയ്യാൻ ഓൾമോസ്റ്റ് 5-6 സെക്കൻഡ് പുള്ളിയുടെ കയ്യിലുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ ഫ്രീ ആയിട്ടുണ്ട്. എന്നിട്ട് പോലും മിഡ്ഫീൽഡിലേക്ക് ബോൾ പാസ് ചെയ്യുന്നു. എറിക് ഗാർസിയയെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളിക്ക് ഫൗൾ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അല്ലെങ്കിൽ ഒരു 1-on-1 സിറ്റുവേഷൻ ഗോൾ കീപ്പറായിട്ട് വരും. ലാസ്റ്റ് മാൻ ഫൗൾ ചെയ്തത് കാരണം എറിക് ഗാർസിയക്ക് റെഡ് കാർഡ് കിട്ടുന്നു. അങ്ങനെ കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ബാഴ്സ 10 പേരായി ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മൊണാക്കോക്ക് ഉണ്ടായിരുന്നു. അവർ കളിയിൽ ഡൊമിനേറ്റ് ചെയ്തു, ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 18ഓളം ചാൻസുകൾ മൊണാക്കോയുടെ സൈഡിൽ നിന്ന് വന്നു. 1-2 ഹാഫ് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയും ചെയ്തു. ഇവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഗോളും അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്ന ഒരു സെക്കൻഡ് ഹാഫിലെ ഗോളും കൂടി വന്നതോടെ 2-1 ബാഴ്സയെ തോൽപ്പിക്കാൻ മൊണാക്കോക്ക് കഴിഞ്ഞു. ഒരു ആശ്വാസ ഗോൾ നേടിയത് യമാലിന്റെ ഒരു ഇൻഡിവിജ്വൽ ഫിനിഷ് മാത്രമാണ്. എനിക്ക് തോന്നുന്നു 70 years ഉള്ള യമാല് ബാഴ്സയെ ക്യാരി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും 1-1 എന്ന രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഹലിയൻ കളിക്കുന്ന ബാഴ്സയെ ഒരു ലോങ് ബോൾ ഇട്ടുകൊണ്ടാണ് സെക്കൻഡ് ഗോൾ മൊണാക്കോ നേടുന്നത്. എന്തായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇങ്ങനെ ഒരു പെർഫോമൻസ് അവർ പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ആ റെഡ് കാർഡാണ് കളി മാറ്റിമറിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പുതിയൊരു മാച്ചുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.